ഹലോ. ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയല്ലേ? ഈ മഴ സമയത്ത് കുറച്ച് സൂപ്പ്, അത് കുറച്ച് ചിക്കനൊക്കെ ഇട്ടുള്ള സൂപ്പാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പം ഈ ഒരു കപ്പില്ലേ, ആ ഒരു കപ്പിൽ 3 കപ്പ് അളവോളം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ചു, കാരണം നമ്മൾ പിന്നെ പച്ചക്കറി നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് ഇതിൽ കംപ്ലീറ്റ് ഇട്ട് വേവിക്കും. അപ്പോൾ അതിൻ്റെ അളവൊക്കെ അങ്ങ് കുറയും. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഉണ്ടാക്കുന്നത് അത്ര വലിയ പ്രൊഫഷണൽ ഇതൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാ വീഡിയോസിൽ നിന്നും എടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള സംഭവം കേട്ടോ ഇത്. പിന്നെ ഞാൻ ഒരുപാട് ചിക്കനൊന്നും വെക്കണില്ല. കഴിഞ്ഞ ദിവസം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ചതിൽ നിന്നും നമ്മളിങ്ങനെ കഴുത്ത്, പിന്നെ അങ്ങനെ കുറച്ച് എല്ലിൻ്റെ ഭാഗങ്ങൾ, കുറച്ച് ഇറച്ചി വരുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഇല്ലേ, കഷ്ണങ്ങൾ അങ്ങനെ മാറ്റി വെച്ചു. ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാലും ചിക്കൻ നമുക്ക് മണപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തുടക്കത്തിൽ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ നല്ല രീതിക്ക് പടി കിട്ടും. തിന്നാൻ പറ്റാത്ത പോലെ ഉപ്പായിപ്പോൾ. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. കുറച്ച് ഉപ്പ് മാത്രം തുടക്കത്തിൽ ചേർക്കുക. സൂപ്പിനൊക്കെ പിന്നെ വേണമെങ്കിൽ കഴിക്കുമ്പോൾ മാത്രം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു മൊത്തം കുമ്പമില്ലേ, അത് കംപ്ലീറ്റും, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തുണ്ടം മൊത്തം വെളുത്തുള്ളിയും 3 സ്പൂൺ കുരുമുളകും കൂടെ നന്നായിട്ട് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അൺസോൾട്ടഡ് ആണ്. നമ്മൾ ഇത് ശ്രദ്ധിക്കണം, ബട്ടർ ഇടുമ്പം സോൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പിന് ഉപ്പ് കുറയ്ക്കണം. അപ്പം ഞാൻ ആ ഒരു ബോക്സിലുള്ളതിൽ പകുതിയേക്കാട്ടിലും കൂടുതൽ ഞാൻ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചിക്കനൊക്കെ ഇച്ചിരി നെയ്യിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ആ ഒരു സൂപ്പിൻ്റെ മേലെ ഇങ്ങനെ ഒരു എണ്ണമയം പോലെ കിടക്കൂലേ, അതൊക്കെ അവരിങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പം നെയ്യുള്ള ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ അളവ് പകുതിയാക്കിയാലും നമ്മൾക്ക് ആ ഒരു നല്ല ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ ആ ബട്ടർ അവിടെ കിടന്നൊക്കെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ബട്ടർ എപ്പോഴും സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളുടെ ആ സൂപ്പിലേക്കുള്ള ഉപ്പിടാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ചിടുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. കഴിക്കണതിന് മുന്നേ വേണമെങ്കിൽ ജസ്റ്റ് ഉപ്പിട്ടാൽ മതി. ഇനി ഇവനെ നോക്കണ്ട, ഇവൻ അവിടെ കിടന്നൊന്ന് തിളച്ചോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അത് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചക്കറി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ക്യാരറ്റ്, 3 ഉരുളക്കിഴങ്ങ്, 2 സവാള, ഇത്രയും ഭയങ്കര നൈസായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. ഉപ്പിട്ടെന്നൊന്നൊരു നുള്ളം. അതായത് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾക്ക് എന്താ പറയുക, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അത്രയും ടൈം നമ്മൾക്ക് കുറയുമല്ലോ. ഒരു വിസിൽ ആയിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വേവും. പിന്നെ നമ്മൾ ചിക്കൻ്റെ കൂടെ അങ്ങ് ഇതിട്ട് കഴിയുമ്പം നന്നായിട്ട് അങ്ങ് ഒന്ന് ഉടഞ്ഞ് സൂപ്പ് ഒരു കൊഴുപ്പ് പരുവത്തിലേക്കൊക്കെ ആയിക്കോളും. അപ്പം നമ്മുടെ സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് ഞാൻ ഒരു വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി അവിടെ കിടന്ന് വേവട്ടെ. ഈ സമയമായപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അതിങ്ങനെ പിച്ചി നമ്മൾ എടുക്കൂലേ, എല്ല് കഷ്ണങ്ങളൊക്കെ കളയണം. എന്നിട്ട് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പിച്ചി എടുക്കുക. അത് കഴിയുമ്പം ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആ ഇതുപോലെ പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ നമ്മളുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറീൻ്റെ ഇതെല്ലാം പോയിട്ടുണ്ടാവും, ഗ്യാസ് എല്ലാം, അതും കൂടെ നമ്മളുടെ ആ ഒരു സൂപ്പിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിവിടെ കിടന്ന് അങ്ങ് തിളച്ചൊരു പകുതിയോളമൊക്കെ വെള്ളം വറ്റി ഒക്കെ ഒന്ന് സെറ്റാകുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് വരിക. അപ്പോൾ കുറച്ച് നേരം അതവിടെ കിടന്ന് വെന്തോട്ടെ. നിങ്ങൾക്കത് മനസ്സിലാവും, കാരണം ഇപ്പം ഇത്രയും വെള്ളമുണ്ട്. കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസിയിലേക്കൊക്കെ ഏകദേശം വന്നു തുടങ്ങും. അങ്ങനെ ടൈം എനിക്ക് ഈ സത്യത്തിൽ ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. നമ്മൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കുറേ ഇപ്പം എന്താ പറയുക, പക്ക വെള്ളം പോലെയല്ലേ ഇരിക്കണേ. നമ്മൾ സൂപ്പ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും.
അപ്പോൾ ഒരു ചെറിയൊരു കൊഴുപ്പ് പരുവത്തിലോട്ടേക്ക് ഈ സംഭവം വരും. അതിനൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം, അതിലേക്ക് ഇപ്പോൾ നമുക്ക് വരാം. പിന്നെ ഇത് നമ്മൾ ചിക്കൻ്റെ പീസ് കുറവായിരുന്നല്ലോ, അപ്പോൾ ഞാൻ ചിക്കൻ്റെ കുറച്ച് സ്വാദ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കഴിഞ്ഞ ദിവസം മന്തി ഉണ്ടാക്കിയപ്പം ചിക്കൻ്റെ സ്റ്റോക്ക് ഒരെണ്ണം ഇരിക്കേണ്ടായിരുന്നു, ക്യൂബ്. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഞാനിത് ഇട്ടിട്ടില്ല. ഇന്നിപ്പം ചിക്കൻ്റെ പീസ് കുറവാണ് താനും ഈ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് വേസ്റ്റായി പോകും, പിന്നെ വേറെ ഒന്നിനും യൂസാക്കാൻ വഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് തിളച്ച് കഴിയുമ്പം ഗ്യാസ് ഒന്ന് സിമ്മിലാക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു 2 തണ്ട് മല്ലിയില എടുത്തിട്ട് അത് ചെറിയ കുറച്ച് പീസായിട്ട് അരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾ ഉപ്പിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം എനിക്കിതൊരു ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല രീതിക്ക് പണി കിട്ടിയതാണ്. നമ്മൾക്ക് പിന്നെ എന്തൊക്കെ ചെയ്താലും ആ ഉപ്പങ്ങ് കൊണ്ട് കുറയൂല. മറ്റേ ഗോതമ്പിൻ്റെ ഉണ്ട ഉരുട്ടി തുണിയിൽ പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പൊക്കെ കുറയും എന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് കുറയണ പോലെയൊന്നും അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സൂപ്പ് ഉണ്ടാക്കുമ്പം ഉപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഇവിടെ എനിക്കൊരു പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ധൃതി കൂടി പോയിട്ട് മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട കൂടി കിടക്കും നമ്മൾ. അപ്പോൾ എപ്പോഴും മുട്ട ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കൂലേ, അതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ അങ്ങ് ആക്രാന്തം മൂത്തിട്ട് ഏട്ടനെ കൊണ്ട് ഇളപ്പിക്കാൻ നിന്നിട്ട് ഞാൻ മുട്ട പൊട്ടിച്ച് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു. അപ്പോൾ പിന്നെ അത് കട്ട കൂടി. അപ്പോൾ പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയായി സത്യം പറഞ്ഞാൽ. ആ മുട്ടയുടെ പീസസൊക്കെ എടുത്തിട്ട് എനിക്ക് പിന്നെയും അതിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ നെക്കി കുഞ്ഞി പീസാക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പൊട്ടത്തരം ആരും ചെയ്യരുതിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിനുള്ളിലേക്ക് ഒഴിക്കാൻ. ഡയറക്റ്റ് സൂപ്പിലേക്ക് മുട്ട ഒഴിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു 2 മുട്ട കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 4 സ്പൂൺ വെള്ളത്തിൽ 1 സ്പൂൺ നമ്മളുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നതാണ് ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ കടയിലൊക്കെ അവർ കോൺഫ്ലോർ ആയിരിക്കും യൂസ് ചെയ്യുക. എല്ലാവരുടെയും വീട്ടിൽ കോൺഫ്ലോർ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വെക്കുന്നത്. അപ്പം 4 സ്പൂൺ വെള്ളത്തിൽ 1 സ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് കട്ട കൂടാണ്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാതെ കണ്ട മുട്ടയുടെ പീസ് ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഇട്ടപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്കിങ്ങനെ പിന്നെ നെക്കിയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അരിപ്പൊടീൻ്റെ ആ ഒരു ഇച്ചിരി വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു കുറുകുറുപ്പ് വരും. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് തിളച്ചോട്ടെ, പക്ക നമ്മൾക്ക് ആ ഒരു നല്ല കൺസിസ്റ്റൻസിയിലും ടേസ്റ്റിലും ഒക്കെ വരും. പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു അരിപ്പൊടീൻ്റെ സംഭവം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നേരത്തെ അത്രയും വക്കിൻ്റെ അത്രയും ഉണ്ടായിരുന്നു, ഇപ്പം ഇത്ര കണ്ട് കുറഞ്ഞു. ഇപ്പം സൂപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ ഈ ഒരു സ്റ്റേജിൽ തുടക്കത്തിൽ വളരെ കുറച്ച് ചേർത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആവുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സൂപ്പിന് നല്ലത്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ സൂപ്പൊക്കെ നമ്മൾക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ, എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പം ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചക്കറീസ് വേറെ ഏതെങ്കിലും ബീൻസൊക്കെ ആഡ് ചെയ്തിട്ട്, ബീൻസ്, കുമ്പളങ്ങ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എരിവൊക്കെ കുറച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്യാം. ടാറ്റാ.